ഹായ് ഫ്രണ്ട്സ്, എന്താണെന്നല്ലേ ഒരു പുതിയ വീഡിയോ. അപ്പോൾ ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വരികയാണ്. എൻ്റെതല്ല, നമ്മുടെ സെലിബ്രിറ്റി ദേവിക അവർ താജ് വിവാൻഡിൽ പോയപ്പോൾ ഒരു പായസം കഴിച്ചു. അതിനെക്കുറിച്ച് അതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതൊക്കെ കൂടി 4 ചൂട്ടിപ്പോൾ സൂപ്പർ സാധനമാണ്, എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വരും. നമ്മൾ ചവ്വരി ചോക്ലേറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ 1/2 കപ്പ് ചവ്വരി, ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ ആയിട്ടുണ്ടാവും. ഞാനിത് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ വലിയ ചവ്വരിയാണ് എടുത്തത്. അതൊന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് വരാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഡ്രെയിൻ ചെയ്ത ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേവാൻ വയ്ക്കാം. ഇത് വേവുന്ന പാകം എന്ന് വെച്ചാൽ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരാം. അതായത് മീനിൻ്റെ കണ്ണൊക്കെ പോലെ ഇരിക്കുക എന്ന് പറയും. ആ ഒരു പാകത്തിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് കുക്കാവാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചവ്വരി ഏതാണ്ട് ഒരു 15 മിനിറ്റോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാകം കൃത്യമായിട്ട് അറിയാൻ നമ്മളൊരു കുറച്ച് ചവ്വരി എടുത്തിട്ടേ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ഇതൊരു മീൻ കണ്ണ് പോലെ ആയിട്ട് വരും. അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. അതാണ് അതിൻ്റെ വേവ്. ഇനി നമുക്കിത് ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കൊഴുപ്പായിരിക്കും. ഇതിന് ഭയങ്കര സ്റ്റാർച്ചാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശ്രദ്ധയോടെ ഒഴിക്കണം. ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടാണ്. അപ്പം നമ്മളിതൊന്ന് അരിച്ചെടുക്കാം. ഈ കോട്ടൺ സാരീസൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് ചെയ്ത ഈ വെള്ളമില്ലേ, ഇത് സൈഡിൽ മുക്കിയാൽ ഒരു സ്റ്റാർച്ചാണ് കേട്ടോ. അത് കളയാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. ആ സമയം നോക്കിയിട്ട് തന്നെ ഞാൻ ഒരു 1/2 ലിറ്റർ പാല് ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാലിലേക്ക് നമുക്ക് അരിച്ചെടുത്ത സാഗോ ചവ്വരി നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഈ ചവ്വരിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര കുറഞ്ഞ അളവിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് വേറൊരു സ്വീറ്റ്നെസ്സിനുള്ളൊരു സാധനം കൂടെ വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ചവ്വരിയും പാലും ഇവിടുന്ന് ബോയിലാവുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഇത് കട്ടിയാവാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സാധനം ചേർത്ത് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയാവേണ്ട. ഈ സാഗോയിലേക്ക് ഒന്ന് പഞ്ചസാര ഒന്ന് പിടിക്കുന്ന ഒരു സമയം, കുറഞ്ഞ സമയം നമ്മളൊന്ന് ഇത് കുക്ക് ചെയ്താൽ മതി. പാല് ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടാം കേട്ടോ. നമ്മൾ മധുരം ഉള്ളതിൽ ഉപ്പുള്ളതിൽ ഒരു പിഞ്ച് മധുരം ഇടുമ്പോൾ അതിൻ്റെ സ്വാദ് ക്രമീകരിക്കാനാണ്. അപ്പം നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് മതി. നമ്മുടെ ഈ പായസം അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഞാനും ഇത് ഫസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു എങ്ങനെയായിരിക്കും അറിയില്ല. അപ്പം നമുക്കിതിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇടുന്നത് കേട്ടോ. നമ്മൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ഇത് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ എന്തായാലും അതൊരു കുറച്ചുകൂടെ കട്ടി കൂടും. പിന്നെ ചവ്വരി ആയതുകൊണ്ട് അതും കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ 4 സ്പൂണ് പഞ്ചസാര ഇട്ടതിന് ശേഷം മധുരം കുറവാണെന്ന് തോന്നിയിട്ട് 1 സ്പൂണ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാട്ടോ. മെഷർമെൻ്റൊക്കെ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണേ. നമ്മളിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാണ്. വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഓഫ് ചെയ്താൽ മതി. ആ ചൂട് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ 60 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തത്.
ഗ്യാസ് ഓഫ് ചെയ്യാണ്. ആ ചൂട് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. പിന്നെ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഇത്തിരി ബട്ടറാണ്. മിൽമയുടെ ബട്ടറാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ബട്ടർ ഏതാണെന്ന് വെച്ചാൽ ഇട്ടോളൂ. പിന്നെ ഇത് ഇതിൽ പറഞ്ഞതല്ല, ഇത് ഞാനൊന്ന് ചെയ്തു നോക്കുന്നതാണ്. നമ്മുടെ എല്ലാ പാസ്തയിലും ഒരു ബട്ടറൊക്കെ ഉണ്ടാകുമ്പോൾ രസമല്ലേ. അപ്പോൾ ഇത് അവിടുന്ന് ഒന്ന് തണിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ കാണാം കേട്ടോ. നമ്മുടെ അടച്ചു വെച്ച സാഗോ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലേ ഒന്ന് കട്ടിയാവുന്ന, അപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. നമുക്കിതൊന്ന്, ഈ പായസമൊക്കെ ഇല്ലേ കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണ് രസം. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുത്ത് കഴിക്കാം. ചൂടിനേക്കാളും രസം അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതെന്തായാലും അടച്ചു വെച്ച് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സാഗോ വൈറ്റ് ചോക്ലേറ്റ് പായസമാണ്. നല്ല രസമായിട്ടായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇത് സാഗോയുടെ ചൗവരിയുടെ 3ാമത്തെ വീഡിയോ കേട്ടോ. ഞാനൊരു പൈനാപ്പിൾ സാഗോ പായസം റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ സാഗോ ക്യാരറ്റ് പായസം ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഒക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ നല്ല മുത്തുമണി പോലെ സാഗോ. അപ്പം നമുക്കത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ടേസ്റ്റിന് ഒന്നും പറയാനുണ്ടാവില്ല. നല്ല സ്വാദ്. അതിൽ ചേരുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെയും പ്രതീക്ഷിച്ച പോലെയും ഒരുപാട് ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും 4 ചേരുവകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്